അങ്ങനെ മഴേനെയും ശ്രീലങ്കേനെയും ഇന്ത്യ ഒരുമിച്ച് തോൽപ്പിച്ചു എന്ന് പറയാം. ഫസ്റ്റ് ടെസ്റ്റിൽ 165 റൺസിൻ്റെ ഒരു തകർപ്പൻ വിജയം. കളി കഴിഞ്ഞ് കളിക്കാർ തമ്മിൽ അങ്ങോട്ട് കൈയൊക്കെ കൊടുത്ത് ജസ്റ്റ് പവലിയനിലേക്ക് പോകണുള്ളൂ. അപ്പം തന്നെ തുടങ്ങി ഇടിവെട്ട് മഴ. എന്തിട്ട് മഴ പെയ്തു കൂട്ടിയേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയം ഇന്ത്യക്ക് വേണ്ടി തന്നെ ഉള്ളായിരുന്നു. ഇന്നലെ കളി കഴിഞ്ഞപ്പോഴായാലും ഇന്ത്യ ഇന്ന് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ അവിടെ വില്ലനായിട്ട് നിൽക്കുന്നത് മഴ തന്നെയായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇന്ത്യ അറിയിച്ച വിജയം തന്നെയായിരുന്നു. അത് നേടിക്കഴിഞ്ഞു. പിന്നെ കളിയിലേക്ക് വരാണെങ്കിലോ, ഇന്ന് കളി തുടക്കം ഇന്നലത്തെ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സോളം ദിനുഷയും ധനജയും ഡിസൽവയും തരക്കേടിലാണ് ബാറ്റ് ചെയ്തു കേട്ടോ. 6 ബോൾ ചെയ്തിട്ട് വിക്കറ്റ് വീണായിരുന്നില്ല. ആദ്യത്തെ സെഷൻ കഴിയണവരെ 2 പേര് 50 അടിച്ചു. പക്ഷേ അതിനുശേഷം ജഡേജ ആ പാർട്ണർഷിപ്പോട് പൊളിച്ചു. ഡിസൽവേനെ ഔട്ടാക്കി. അത് കഴിഞ്ഞിട്ടും ആ സോണൽ ദിനുഷ് എന്തുട്ടാ ബാറ്റിംഗ് ഇരുന്നേ. ഫസ്റ്റ് ഇന്നിങ്സിൽ പോയി സെഞ്ചുറി ഉൾപ്പെടെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ താരം മാനവ സുധറിൻ്റെ വരവായിരുന്നു. 76ാമത്തെ ഓവറിൽ 3 വിക്കറ്റുകൾ വീണു. പിറ്റത്തെ ഓവറിൽ അടുത്ത വിക്കറ്റ്. എനിക്ക് തോന്നുന്നു അവസാനത്തെ ആ ഒരു 7 റൺസ് എടുക്കുന്നതിനിടയ്ക്കില്ലേ 5 വിക്കറ്റ് പിടിന്നാണ് പോയി. അങ്ങനെ 206 റൺസിന് ശ്രീലങ്ക ഓൾ ഔട്ടായി. 165 റൺസിൻ്റെ ഒരു അടിപൊളി വിജയം. സെറ്റപ്പ് ഇരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ആ ഫസ്റ്റ് ഇന്നിങ്സിൽ കളിച്ച കെ.ആർ. രാഹുലും ദേവദത്ത് പടിക്കലും. ദേവദത്ത് പടിക്കലായിരുന്നു കേട്ടോ പ്ലെയർ ഓഫ് ദ മാച്ച് ഫസ്റ്റ് ടെസ്റ്റിലെ. അത് പുള്ളി അറിയിച്ചു തന്നെയായിരുന്നു കേട്ടോ. ആ 3ാം നമ്പർ പൊസിഷൻ പുള്ളിയാണ് ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ മാനവ സുധർ, രവിചന്ദ്രൻ അശ്വിൻ പോയതിന് ശേഷം ആ ഒരു പൊസിഷനിലേക്ക് വേറെ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് എന്തായാലും ഒരാളെയും കിട്ടി. അങ്ങനെ ഫസ്റ്റ് ടെസ്റ്റ് അടിപൊളിയായിരുന്നു. ഇന്ത്യ 1-0 ലീഡ് നേടി. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ഈ മാസം 23-ാം തീയതി തുടങ്ങും. അതും കൂടി ജയിച്ചാൽ 2-0 ശ്രീലങ്കൻ സീരീസും നമ്മൾ തൂത്തുവാരും. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് കാലെടുത്ത് വെക്കണതിൻ്റെ ഒരു തുടക്കവും കൂടിയായി ഈ വിജയം. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.